കർണാടകയിലെ മണ്ഡ്യ നാഗമംഗലയിൽ 15-കാരന്റെ കയ്യിലിരുന്ന തോക്ക് പൊട്ടി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അമ്മയ്ക്ക് പരിക്കേറ്റ വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും. അതുല്യ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്? കുട്ടിയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചതാണോ? ഹരിത, മാണ്ഡ്യ ജില്ലയിലെ നാഗമംഗലയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു കോഴി ഫാമിൽ ജോലി ചെയ്യാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനാണ് മരിച്ചത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ ദമ്പതികളുടെ മകൻ 4 വയസ്സുള്ള അഭിജിത്തിനാണ് അബദ്ധത്തിൽ വെടിയേറ്റത്. തൊട്ടടുത്തുള്ള കോഴി ഫാമിലെ തന്നെ സെർവന്റ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ജോലിക്കാർക്കായി നിർമ്മിച്ചിട്ടുള്ള ക്വാർട്ടേഴ്സിൽ വെച്ചാണ് സംഭവം. അവിടെ തൊട്ടടുത്തുള്ള കോഴി ഫാമിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു കുട്ടി, 15 വയസ്സുകാരനായ ഒരു ആൺകുട്ടി കളിക്കുന്നതിനായി ഈ അഭിജിത്തിന്റെ വീട്ടിലേക്ക് വരികയും അവിടെ ഈ കോഴി ഫാമിന്റെ ഉടമ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സിംഗിൾ ബാരൽ തോക്ക് കാണുകയുമായിരുന്നു. ആ സിംഗിൾ ബാരൽ തോക്ക് അതിനുള്ളിൽ ഓൾറെഡി ഈ വെടിമരുന്ന് നിറച്ച് ലോഡ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്ന കാര്യം അറിയാതെയാണ് ഈ ആൺകുട്ടി അതെടുത്ത് കളിക്കുന്നത്. ഈ തോക്ക് കണ്ടതിലുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് ചുമരിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ തോക്ക് കട്ടിലിൽ കയറി എടുക്കുകയും കട്ടിലിരുന്ന ആ തോക്ക് പരിശോധിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ആ തോക്ക് ലോഡ് ചെയ്തു വച്ചിരുന്ന തോക്കാണ് എന്ന കാര്യം ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് വെച്ച് കളിക്കുന്നതിനിടെ അബദ്ധവശാൽ ഈ ആൺകുട്ടിയുടെ 4 വയസ്സുകാരന്റെ വയറിലേക്ക് വെടി ഉതിർക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത് തടയാനെത്തിയ അമ്മയ്ക്കും ഈ വെടിയുണ്ടയേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. ഈ 4 വയസ്സുള്ള അഭിജിത്തിനെയും അമ്മയെയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും പോകുന്ന വഴിക്ക് തന്നെ രക്തസ്രാവം മൂലം അഭിജിത്ത് മരിക്കുകയായിരുന്നു. 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതുമാത്രമല്ല, നേരിട്ട് വയറിന് മുകളിലായാണ് ഈ ഒരു വെടി ഏറ്റത്. അതുകൊണ്ട് തന്നെ രക്തസ്രാവം തടയാനായില്ല. ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ അഭിജിത്ത് മരിച്ചു. അമ്മ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു കുറ്റകൃത്യം നടത്തിയ ആൺകുട്ടിക്കെതിരെ ആ കുട്ടി ഇത് മനഃപൂർവ്വം നടത്തിയതല്ല എന്നും ഈ തോക്ക് ലോഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നത് അതിൻ്റെ ഒരു ഭാരം നോക്കി തിരിച്ചറിയാനുള്ള ഒരു പ്രായം അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിജ്ഞാനം ഈ 15-കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ കോഴി ഫാമിൽ ജോലി ചെയ്യാൻ വേണ്ടി എത്തിയ ആൺകുട്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടി ഇത്തരത്തിൽ ഈ ഒരു തോക്ക് തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ അത് കയ്യിലെടുത്ത് അതിൻ്റെ ഭാരം നോക്കി അത് ലോഡ് ചെയ്തിട്ടുള്ളതാണോ അല്ലയോ എന്നതൊന്നും അറിയാനുള്ള ഒരു പരിജ്ഞാനം ആ കുട്ടിക്കില്ല എന്നത് കണക്കിലെടുത്തുകൊണ്ട് മനഃപൂർവ്വമല്ലാത്ത കുറ്റകരമല്ലാത്ത കൊലപാതകം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അത് നയിക്കുന്ന കുറ്റകരമല്ലാത്ത കൊലപാതകം എന്നീ 2 വകുപ്പുകൾ ചേർത്താണ് ഈ കുട്ടിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ അതേസമയം ഈ തോക്കിൻ്റെ ലൈസൻസ് ഉടമയ്ക്കെതിരെ അശ്രദ്ധമായിക്കൊണ്ട് ആയുധം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നിരുത്തരവാദപരമായി ആയുധം കൈകാര്യം ചെയ്യുന്നതിനും ഈ തോക്കിൻ്റെ ലൈസൻസ് ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കോഴി ഫാമിൻ്റെ ഇവർക്ക് ജോലി നൽകിയിട്ടുള്ള ഈ കോഴി ഫാമിൻ്റെ ഉടമയുടേതാണ് ഈ ഒരു തോക്ക് എന്ന് പറയുന്നത്. ലൈസൻസ് അയാളുടെ പേരിലാണ്. അപ്പോൾ ആയുധം ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിന്, പ്രത്യേകിച്ചും കുട്ടികളും അതുപോലെ തന്നെ ജോലിക്കാരും ഉള്ള ഒരിടത്ത് ലോഡ് ചെയ്ത തോക്ക് തൂക്കിയിടുന്നത് നിരുത്തരവാദപരമാണെന്നും അപകടകരമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ആയുധം അപകടകരമായും അലക്ഷ്യമായും ആയുധം ഉപയോഗിക്കുന്നതും നിരുത്തരവാദപരമായി ആയുധം നിറച്ചു വയ്ക്കുന്നതുമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. എന്തായാലും അന്വേഷണം ഇപ്പോൾ അവിടെ തുടർന്നു വരികയാണ്. കൂടുതൽ അന്വേഷണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 15-കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കോഴി ഫാമിന്റെ ഉടമയിൽ നിന്ന് ഒരു വിശദീകരണവും തേടിയിട്ടുണ്ട്. നിലവിൽ ഈ മരിച്ച അഭിജിത്തിന്റെ മൃതദേഹം അവിടെ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അമ്മ ഇപ്പോഴും അപകടനില തരണം ചെയ്ത് വരുന്നതേയുള്ളൂ. അമ്മയുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനായിട്ടില്ല. എന്തായാലും ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. കാലിനാണ് വെടിയേറ്റത്. ധാരാളം രക്തം പോയിട്ടുണ്ട്. രക്തസ്രാവത്തിന്റെ ഒരു പ്രശ്നം ഈ അമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മറ്റു വിവരങ്ങൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടോടു കൂടി ആയിരുന്നു ഈ ഒരു അപകടം എന്നുള്ളതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ജോലി സമയം കഴിഞ്ഞതിന് ശേഷം കളിക്കാനായി അല്ലെങ്കിൽ ആ ഒരു സമയം ചിലവഴിക്കാനായി ഈ 4 വയസ്സുകാരനായ അഭിജിത്തിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു തൊട്ടപ്പുറത്തെ ജോലിക്കാരനായ 15-കാരൻ. അതിനിടയിലാണ് ഈ കുട്ടികളും ഈ ഒരു തോക്ക് കാണുന്നതും ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് 2 പേരും ചേർന്ന് ആ തോക്ക് എടുക്കുന്നതും അതിനിടയിൽ ആ തോക്ക് പരിശോധിക്കുന്നതിനിടയിലാണ് ഈ അബദ്ധത്തിൽ വെടി പൊട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആൺകുട്ടിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ്. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഹരിത, ശരി, അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.